കപ്പലുള്ള 24 പേരിൽ 21 പേരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞു. ബാക്കി ആൾക്കാരുടെ കാര്യം കൂടെ അല്പസമയത്തിന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ സജീവമായി തന്നെ പുരോഗമിക്കുന്നു. പ്രയോറിറ്റി കപ്പലിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തൽ തന്നെയാണ്. അതിന്റെ ക്രൂവിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിന് ഈ കപ്പലിന്റെ മാസ്റ്റർ ഒരു ക്യാപ്റ്റൻ ആയിരിക്കണം. റഷ്യൻ സ്വദേശിയാണ്. 20 ഫിലിപ്പിനോ സ്വദേശികൾ 20 ഫിലിപ്പൈൻ സ്വദേശികളുണ്ട്. 2 ഉക്രൈൻ സ്വദേശികൾ, ഒരു ജോർജിയ. അങ്ങനെ 24 പേരാണ് ഈ കപ്പലിലുള്ളത്. 21 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത്. കൂടുതൽ ബാക്കി ആൾക്കാരുടെ കാര്യം അല്പസമയത്തിനകം ആ വാർത്ത പുറത്തു വരികയും ചെയ്യും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പോൾ ഉള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതാണ് ആ കപ്പൽ. ഇത് കപ്പൽ യാത്ര തുടങ്ങുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. ഇത് വിഴിഞ്ഞത്തു നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഇതെന്താണ്, ഇതൊരു ഫീഡർ കപ്പലാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ദൃശ്യം ഇതാണ് ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. ഇത് പൂർണ്ണമായി മറിഞ്ഞു കഴിഞ്ഞാൽ നേവി പറയുന്നത് ഇത് വലിയ പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. പൂർണ്ണമായി മറിയാതിരിക്കാനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കപ്പൽ കടൽ വലിയ പ്രക്ഷുബ്ധമാണ്. അതിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും കപ്പൽ ഉയർത്തുക എന്ന ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രയോറിറ്റി ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള എൻവയോൺമെൻറ്റ് പ്രശ്നമുണ്ടെങ്കിൽ, പരിസ്ഥിതി പ്രശ്നമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ഈ കപ്പലുണ്ടായിരുന്ന ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരും രക്ഷപ്പെടുത്തൽ തന്നെയാണ് ആദ്യ പ്രയോറിറ്റി. അതിന് തൊട്ട് പിന്നാലെ ഉറപ്പായും ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്തായാലും ശ്രമം ഉണ്ടാകും. ഈ കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഴിഞ്ഞത്തു നിന്നും തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് വന്ന കപ്പലാണ്. കൊച്ചി തീരത്തിന് സൗത്ത് വെസ്റ്റ് 38 നോട്ടിക്കൽ മൈൽ അകലെ. അതൊരു പക്ഷേ നമ്മൾ കിലോമീറ്റർ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 10-70 കിലോമീറ്റർ ഉണ്ടാവണം. അപ്പോൾ 38 നോട്ടിക്കൽ മൈലാകെ മറിഞ്ഞ് ഈ പറയുന്ന കാർഗോ വീഴുന്നു. അതിൽ ലോ സൾഫർ കണ്ടന്റ് ഉള്ള ഓയിലുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും പക്ഷേ എന്താണ് അതിനുള്ളിൽ ഉള്ള സാധനങ്ങൾ എന്ന് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഒന്നുകൂടി കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നു. ആ തീരദേശം ഒന്നാകെ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴയുടെ തീരങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഈ പറയുന്ന തിരയുടെ ഗതിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ ഗതിയൊക്കെ വെച്ച് അങ്ങോട്ടേക്ക് അടുക്കാനാണ് ഇത് സാധ്യത. തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴ മേഖലയിലുള്ളവർ, ആ തീരദേശത്തുള്ളവർ ഒന്നുകൂടി കരുതിയിരിക്കണം. തീരദേശം ഒന്നാകെ അത് കരുതിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, എന്തുകൊണ്ടാണ് തൃശ്ശൂർ, കൊച്ചി, ആലപ്പുഴ തീരത്തേക്ക് കൂടുതൽ ശ്രദ്ധ എന്ന് പറയുന്നത്? ഈ കാർഗോ ഏത് തീരത്തേക്ക് അടുക്കാനാണ് സാധ്യത എന്നാണ് അറിയാനും കഴിയുന്നത് വിഷ്ണു? അശ്മി, ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്താണ്. ഇവിടെയാണ് കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നിന്നാണ് അങ്ങോട്ടേക്കുള്ള 2 ഷിപ്പുകൾ ഇവിടെ നിന്ന് പോയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ കോസ്റ്റ് ഗാർഡ് നേതൃത്വം നിരീക്ഷിക്കുന്നു. ഈ ആളുകളെ രക്ഷപ്പെടുത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ ഫിലിപ്പീൻസുകാരായ 20 പേർ, അതോടൊപ്പം തന്നെ ഉക്രൈൻ സ്വദേശികളായ 2 പേർ, ജോർജിയയിൽ നിന്നൊരാൾ, അങ്ങനെ ആകെ മൊത്തം 24 പേർ ആണ് ഇതിലുണ്ടായിരുന്നത്. ഒരാൾ റഷ്യനാണ്. അങ്ങനെ ആകെ മൊത്തം 24 പേരാണ് ഈ ഷിപ്പിലുണ്ടായിരുന്നത്. ആ 24 പേരെയും രക്ഷപ്പെടുത്താൻ ആയിട്ടുണ്ട്. ഈ ഷിപ്പ് പൂർണ്ണമായും മറിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെയും ലഭ്യമായിട്ടുള്ള വിവരം. ആ കണ്ടെയ്നറുകൾ, അതിനകത്തുണ്ടായിരുന്ന ഒരു 9ഓളം കണ്ടെയ്നറുകൾ ഇതിനകത്തേക്ക് ഈ കടലിലേക്ക് പതിച്ചിരുന്നു. ആ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ഷിപ്പ് പൂർണ്ണമായും ഉയർത്തി നേരെയാക്കാൻ ഉള്ള ശ്രമമാണ്. അതല്ലാതെ കണ്ടെയ്നർ പൂർണ്ണമായും മാറ്റാനുള്ള ശ്രമത്തിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ ഷിപ്പ് പൂർണ്ണമായി ഉയർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഇതിനകത്തുള്ള എലമെന്റ് എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. അത് കുറച്ചുകൂടി സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ മേഖലകളിലും ജാഗ്രത പുലർത്താൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊച്ചി തീരദേശ മേഖലകളിലാണ് പ്രതിസന്ധി ഒരല്പം രൂക്ഷമാകാനുള്ള സാധ്യതയുള്ളത്. നേരത്തെ ഈ പറയുന്ന കാർഗോ നല്ല ടൈറ്റ് പാക്ഡ് ആയിട്ടുള്ള കാർഗോ ആവില്ലേ? ഏതെങ്കിലും തരത്തിൽ ചോർച്ചയൊക്കെ ഉണ്ടാവാൻ യഥാർത്ഥത്തിൽ ഇടയുണ്ടോ വിഷ്ണു? ഹാഷ്മി, ഇത് കപ്പലിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് ഒരു തരത്തിലും വിപണനാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതിൽ നിർബന്ധമില്ല. ടൈറ്റ് പാക്ഡ് ആയിരിക്കാം എന്നുള്ള സ്വാഭാവികമാണ്. പക്ഷേ ആ ടൈറ്റ് പാക്ഡ് ആയ ഘട്ടത്തിലാണ് അത് എണ്ണ ചോർച്ച സംഭവിച്ചു എന്ന വിവരം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോവുകയും ചെയ്തത്. അത് ഒരുപക്ഷെ കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. ആ ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം, പുറത്തേക്ക് പോയതായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എത്ര ടൈറ്റ് പാക്ഡ് ആണെങ്കിലും അതിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് കടലിലേക്ക് എത്രത്തോളം അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ അത് എന്തോരം ക്വാണ്ടിറ്റി അളവിൽ അത് ആ ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെയാണ് വ്യക്തത വരാനുള്ളത്. സൾഫറിന്റെ ഒരു എലമെന്റ് എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. അതിപ്പോഴും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അവരുടെ ഹാൻഡിലുകളിൽ
അത്തരം വിവരങ്ങളൊന്നും അവർ നൽകിയിട്ടില്ല. പക്ഷേ ആ വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം ലഭ്യമാകും. എന്നിരുന്നാൽ പോലും നമ്മൾ റിസ്കിന് തയ്യാറല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് തീരദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് ബീച്ചിലേക്ക് എത്തുന്ന മത്സ്യബന്ധനം നടത്തുന്ന ആളുകളോടൊക്കെ കർശനമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്. സൾഫർ എലമെന്റ് ആണ് എങ്കിൽ അതൊരല്പം റിസ്ക് ഫാക്ടർ കൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകൾക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആളുകളെ, പ്രത്യേകിച്ച് ബീച്ചിൽ നിന്നടക്കം ആളുകളെ നീക്കം അല്ലെങ്കിൽ മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്